സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി വിശ്വാസവഞ്ചന നടത്തിയെന്നാരോപിച്ച് ഉപഭോക്താവ് നിയമ നടപടിക്ക്. വയനാട് ബീനാച്ചി നമ്പ്യാർ പറമ്പിൽ ജയനാണ് ഉപഭോക്തൃ തർക്ക കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ വർഷം എടുത്ത 6 ലക്ഷം രൂപയുടെ ആരോഗ്യ പോളിസിയാണ് കാലാവധി തീരാൻ 2 ദിവസം ബാക്കി നിൽക്കെ കമ്പനി പണം അടയ്ക്കാത്തതിനാൽ റദ്ദാക്കിയത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് 6 ലക്ഷം രൂപയുടെ ഫാമിലി ഇൻഷുറൻസ് പദ്ധതിയിൽ മീനങ്ങാടി ബീനാച്ചി സ്വദേശി ജയൻ ചേർന്നത്. അന്ന് പ്രീമിയം തുകയായി 21,203 രൂപ അടച്ചു. അടുത്ത ഓഗസ്റ്റ് 4-ാം തീയതിയാണ് ഇൻഷുറൻസിന്റെ കാലാവധി അവസാനിക്കുക. മകൾക്ക് പനി ബാധിച്ച് കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കഴിഞ്ഞ 28-നാണ് ഇവർ എത്തിയത്. ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ആശുപത്രി ബില്ലടയ്ക്കാൻ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാർഡ് നൽകിയപ്പോൾ പോളിസി ക്യാൻസലായെന്നായിരുന്നു ആശുപത്രി ജീവനക്കാരുടെ മറുപടിയെന്ന് ജയൻ പറയുന്നു. അങ്ങനെ കഴിഞ്ഞ 28-ാം തീയതി എൻ്റെ മോളെയും കൂടി ഞാൻ കൽപ്പറ്റ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ലിയോയിൽ അഡ്മിറ്റായി. അങ്ങനെ 4 ദിവസം അവിടെ കഴിഞ്ഞ് 4-ാമത്തെ ദിവസം ഡിസ്ചാർജ് ആവുന്ന ദിവസം ഈ ക്ലെയിം ഫോം എല്ലാം ഒപ്പിട്ട് കൊടുത്ത് ബില്ല് പേ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പം അവിടുന്ന് ഇൻഷുറൻസ് സെക്ഷനിൽ അവിടുത്തെ ഒരു മാനേജർ പറഞ്ഞു, നിങ്ങളുടെ ഇൻഷുറൻസ് ഓൾറെഡി ക്യാൻസലാണ്, അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയില്ല, നിങ്ങൾ അവരുടെ ഓഫീസുമായി ബന്ധപ്പെടാൻ പറഞ്ഞു. അപ്പോൾ നമ്മളെ ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് എന്നെ ചീറ്റ് ചെയ്തുകൊണ്ട് ഞാനിതിനെ കൺസ്യൂമർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തുടർന്ന് സ്റ്റാർ ഹെൽത്തിന്റെ സുൽത്താൻ ബത്തേരി ബ്രാഞ്ചിൽ ബന്ധപ്പെട്ടെങ്കിലും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ല. തുടർന്നാണ് സ്റ്റാർ ഹെൽത്ത് കമ്പനി വിശ്വാസവഞ്ചന കാണിച്ചെന്നാരോപിച്ച് ഇയാൾ ഉപഭോക്തൃ തർക്ക കോടതിയെ സമീപിച്ചത്. ഓരോ വർഷം കൂടുന്തോറും അവർ 3,000 രൂപ 4,000 രൂപ വെച്ചിട്ട് കൂട്ടി കൊണ്ടുപോവുകയാണ്. അതായത് കസ്റ്റമറെ സ്വീപ്പാക്കുകയാണ് അവർ ചെയ്യുന്നത്. സ്റ്റാർ ഹെൽത്ത് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ കാര്യമായിട്ട് പറയാം, ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു പ്രവണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനിയിലെ ടെക്നിക്കൽ പിശകാണ് പോളിസി ക്യാൻസൽ ആകാൻ കാരണമെന്ന നിലപാടിൽ ഉപഭോക്താവിന് പണം നൽകി തടിയൂരാനുള്ള ശ്രമത്തിലാണ് കമ്പനിയെന്നാണ് സൂചന. റിപ്പോർട്ടർ, വയനാട്.